മലയാള സിനിമയിലെ ഏറ്റവും സീനിയറായിട്ടുള്ള നടനാണ് മധു. 1960 മുതൽ മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരേ ഒരു നടനാണ് അദ്ദേഹം. മലയാളത്തിനു പുറമെ തമിഴിലും ഹിന്ദിയിലും സാന്നിധ്യം അറിയിച്ച മധു സംവിധായകനായും കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ചെമ്മീൻ, സ്വയംവരം, ഓണവും തീരവും, പടയോട്ടം തുടങ്ങി മലയാളത്തിലെ ക്ലാസിക്കുകളിൽ മധുവിന്റെ സാന്നിധ്യമുണ്ട്. മൺമറഞ്ഞ മഹാനടൻ ജയനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് മധു. സിനിമയിൽ തനിക്ക് ഏറ്റവും അടുപ്പമുള്ള നടന്മാരിൽ ഒരാളായിരുന്നു ജയനെന്ന് മധു പറഞ്ഞു. പലപ്പോഴും താൻ ഷൂട്ടിന് പോകുന്നതും വരുന്നതും ജയന്റെ കൂടെയായിരുന്നുവെന്ന് മധു കൂട്ടിച്ചേർത്തു. സിനിമയോട് അടങ്ങാനാകാത്ത ഡെഡിക്കേഷനുള്ള നടനായിരുന്നു ജയനെന്നും മധു പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: സിനിമയിൽ എനിക്ക് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന നടന്മാരിൽ ഒരാളായിരുന്നു ജയൻ. പലപ്പോഴും ഞാൻ ഷൂട്ടിന് പോകുന്നതും വരുന്നതും ജയന്റെ കാറിലായിരുന്നു. ഷൂട്ടില്ലാത്തപ്പോൾ ചില സമയം ലോങ് ഡ്രൈവിങ്ങിന് പോകുമായിരുന്നു. ഷൂട്ടിന്റെ സമയത്ത് പൂർണ്ണമായും ഡെഡിക്കേറ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു ജയൻ. എത്ര നേരം പണിയെടുത്താലും അയാൾ ക്ഷീണിച്ചു എന്നൊരിക്കലും പറയില്ല. രാത്രി മുഴുവൻ ഷൂട്ടുണ്ടെങ്കിൽ പോലും പിറ്റേന്ന് രാവിലെ അദ്ദേഹം വീണ്ടും സെറ്റിൽ കാണും. ഇത്രയധികം പരിശ്രമിക്കുന്ന ഒരു നടനെ വേറെ കണ്ടിട്ടില്ല. മരിച്ച് 44 വർഷമായെങ്കിലും അയാളുടെ ഫാൻ ഫോളോവേഴ്സിങ്ങിന് കുറവില്ല. ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അത്രയ്ക്കും ആരാധകർ ഉണ്ടാകുമോ എന്നറിയില്ല. കോളിളക്കത്തിന്റെ ക്ലൈമാക്സിനിടയിലാണ് ജയൻ മരിക്കുന്നത്. അന്ന് ആ ഷൂട്ടിംഗ് സ്പോട്ടിൽ ഞാൻ ഉണ്ടായിരുന്നു. ആക്സിഡന്റ് ആയതിനു ശേഷം അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഞാനും എമ്പൻ നമ്പ്യാരും കൂടെ പോയി. അവസാനമായി ഞാൻ ജയനെ അന്ന് കണ്ടു. എന്റെ മനസ്സിൽ ഇപ്പോഴും ജയൻ ചെറുപ്പമാണ്, മധു പറഞ്ഞു.